സ്കൂട്ടറിൽ മൂന്നംഗ സംഘം ഗൃഹനാഥനെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. കൊല്ല അഞ്ചൽ വിളക്കുപാറ ദർഭപ്പണയിൽ റിയാഭവനിൽ 62 വയസ്സുള്ള രാജേന്ദ്രനെയാണ് സ്കൂട്ടറിലെത്തിയ മൂന്നംഗ സംഘം ക്രൂരമായി മർദ്ദിച്ചത്. ഇക്കഴിഞ്ഞ 16 വൈകിട്ട് 4:30 വീടിന്റെ സിറ്റൌട്ടിലിരുന്ന രാജേന്ദ്രനെ മഞ്ഞ നിറത്തിലുള്ള സ്കൂട്ടറിലെത്തിയ 3 പേരാണ് മർദ്ദിച്ചത്. ആദ്യം രാജേന്ദ്രനെ അക്രമ സംഘം റോഡിൽ കിടന്ന കല്ലുകളെടുത്ത് എറിയുകയും പിന്നീട് വീട്ടുമുറ്റത്ത് കിടന്ന തടിക്കഷ്ണം കൊണ്ട് രാജേന്ദ്രനെ തലങ്ങും വിലങ്ങും അടിക്കുകയായിരുന്നുവെന്ന് രാജേന്ദ്രന്റെ പരാതിയിൽ പറയുന്നു. ഒരു 3 പേരുണ്ടായിരുന്നു. എൻ്റെ ഒന്ന് കേടാ വീടിനകത്തുനിന്ന് ബസ് എറിഞ്ഞ് എൻ്റെ കൈയുടെ ഈ വലത് കൈക്ക് ഇവിടെ എറി വാങ്ങിച്ചിരുന്നു. ഈ കേടാ വീട്ടിനകത്തെന്ന് പറഞ്ഞിട്ട് അവിടെ ഞാൻ വാഴ കൊണ്ടുകൊടുക്കാൻ കൊണ്ടുവന്ന ഒരു തടി ഉണ്ടായിരുന്നു, ഒട്ടക്കമ്പ്. അത് പോലീസുകാർ കൊണ്ടുവിട്ടുണ്ട്. ആ തടി എടുത്താണ് പിന്നെ പ്രയോഗിച്ചിട്ട് ഇവിടെ കളഞ്ഞിട്ട് അവർ പോവായത്. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയാൽ കൊന്നു കളയുമെന്ന് ഭീഷണി മുഴക്കിയാണ് അക്രമ സംഘം മടങ്ങിയതെന്നും രാജേന്ദ്രൻ പറയുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ രാജേന്ദ്രൻ പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി. രാജേന്ദ്രന്റെ ഇടത് കൈക്ക് 2 ഒടിവും വലത് കൈവിരലുകൾക്ക് പൊട്ടലും വലത് കാൽമുട്ടിന് താഴെ പൊട്ടലും സംഭവിച്ചിട്ടുണ്ട്. പോലീസ് അക്രമികളെ കണ്ടെത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതിന് പിന്നിലുള്ള കാര്യങ്ങൾ എന്താണെന്നോ അവനെ അറിയത്തില്ലെന്ന് അവൻ പറയുന്നത്. എന്താണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ അവനെ മാരമായിട്ട് അവർ മർദ്ദിച്ചു എന്നുള്ള നമുക്ക് കണ്ടാൽ അതുപോലാണ് ചെയ്തു വെച്ചേക്കുന്നത്. 16-ാം തീയതി പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പോലീസ് വന്നുപോയതല്ലാതെ നേരിട്ട് അന്വേഷണം നടത്തുകയോ മറ്റോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. 23-ാം തീയതി SP-ക്ക് DYSP-ക്ക് ഇവർക്കൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് ഊർജിതമായ അന്വേഷണം നടന്നു വരിക. എങ്കിൽ ഈ അടിച്ച വ്യക്തിയെ ഈ അടി കൊണ്ട വ്യക്തിക്ക് അറിയത്തുമില്ല, നേരത്തെ കണ്ടിട്ടുമില്ല. ഏരൂർ പോലീസിലും കൊല്ലം റൂറൽ SP-ക്കും പുനലൂർ DYSP-ക്കും രാജേന്ദ്രൻ പരാതി നൽകി. അതിൽ ഒരുത്തൻ നല്ല വെളുത്തതും നെറ്റിത്തറ ഇച്ചിരി തെളിഞ്ഞതുമാണ്. നെറ്റിലിട്ട് മുടിയില്ല. അങ്ങനെയുള്ള ഒരുത്തനും അവൻ്റെ കളർ ഷർട്ട്, റോസ് കളർ ഷർട്ട്, ഒരുത്തനൊരു നീല ഷർട്ട്, ഒരുത്തനൊരു വെള്ളയ്ക്കകത്ത് ഈ കുറുകെ മുറിയൊക്കെ ലൈനുള്ള ഷർട്ട്, അങ്ങനെ ഒരു 3 പേർ. ഈ നീല കുറുകെ ഉള്ളവനാണ് ഉയരം കുറവുള്ളത്. മക്കളെ വിവാഹം കഴിപ്പിച്ചു വിട്ട ശേഷം താൻ സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തു വരികയായിരുന്നു. രാജേന്ദ്രന്റെ ഭാര്യ വിദേശത്ത് ജോലി ചെയ്തു വരികയാണ്.